അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വി.എസ്. ശിവകുമാറിൻ്റെ പ്രവർത്തനം എത്രത്തോളം അതെ, ശോഭനമായിരുന്നു എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. ശിവകുമാറിൻ്റെ കാര്യത്തിൽ വേറൊരു പ്രത്യേകത ഉണ്ട്. പുള്ളി തിരുവനന്തപുരം വിട്ടുകൊടുത്ത സ്ഥലത്തേക്ക് പോയിട്ടില്ല എന്നുള്ളത്. ഉം, ഉം. ഈ ഭാഗത്തേക്കൊന്നും അദ്ദേഹത്തെ കണ്ടിട്ടില്ല, മധ്യ കേരളത്തിൽ കണ്ടിട്ടില്ല. പിന്നെയാണ് വടക്കൻ കേരളത്തിൽ. ഇപ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന ദിവസം ഞാൻ പാലക്കാട്ടുണ്ട്. അവിടെ കംപ്ലീറ്റ് ഉമ്മൻചാണ്ടിയുടെയും അതുപോലെ A.P. അനിൽകുമാറിൻ്റെയും പടങ്ങളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അനിൽകുമാറിന് എന്താണ് മെഡിക്കൽ കോളേജിൽ കാര്യം, അയാൾ പാലക്കാട് ജില്ലക്കാരനുമല്ല. പിന്നീട് മനസ്സിലായത് ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫണ്ട് എടുത്തിട്ടാണ് മെഡിക്കൽ കോളേജ് തുടങ്ങിയത്. ആ ചടങ്ങിലൂടെ സ്ഥലത്തും ശിവകുമാറില്ല. ശിവകുമാർ ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ആ രീതിയിലുള്ള യാതൊരു സ്വീകാര്യതയും അവിടെ ഇല്ല. അദ്ദേഹം ഫ്ലെക്സിലും ഇല്ല, പോസ്റ്ററിലും ഇല്ല. അത് മുഴുവൻ ഉമ്മൻചാണ്ടി അനിൽകുമാർ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ. ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 14 ജില്ലക്കാരുടെ ആയിരിക്കണം, അല്ലാണ്ട് തിരുവനന്തപുരം നെയ്യാറ്റിൻകര താലൂക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ അപ്പുറത്ത് ചെയ്യാൻ പോകില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുപോലെ എനിക്ക് തോന്നുന്നു ഈ IAS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരാണ് ഈ വകുപ്പിന് നേതൃത്വം നൽകുന്നത്. അപ്പോൾ ഇവർ അതിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ ആശുപത്രി സൂപ്രണ്ടുമാരുണ്ട്. ഓരോ ജില്ലാ ആശുപത്രിക്കാണെങ്കിലും മെഡിക്കൽ കോളേജിലാണെങ്കിലും ഒക്കെ തന്നെ പ്രാദേശിക ഗവേണിംഗ് ബോഡിയുണ്ട്, രാഷ്ട്രീയക്കാർ ഉൾപ്പെടുന്ന ഒരു ഗവേണിംഗ് ബോഡിയുണ്ട്, ആശുപത്രി വികസന സമിതി. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേയേറെ കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഇതൊക്കെ ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്തിരുന്നെങ്കിൽ ഇത്രയേറെ പ്രശ്നം ഈ ഉദ്യോഗസ്ഥരൊക്കെ നേരെ ചൊവ്വേ ജോലി ചെയ്തിരുന്നെങ്കിൽ, IAS ഉദ്യോഗസ്ഥരാണെങ്കിലും സൂപ്രണ്ടുമാരാണെങ്കിൽ തന്നെയും നേരെ ചൊവ്വേ ജോലി ചെയ്തിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നം നമ്മുടെ പേര് കേട്ട ആരോഗ്യ കേരളം എന്നുള്ളതിന് ഒരു ദോഷപ്പേരുണ്ടാകുന്ന തരത്തിലേക്ക് ഈ സംഭവങ്ങൾ വരുമായിരുന്നോ? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സർക്കാരിന് മാത്രമല്ല, ഏതു സർക്കാരിനും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ IAS ഉദ്യോഗസ്ഥൻ വളരെ പ്രധാനപ്പെട്ട ഒരു ആളാണ് മന്ത്രിയുടെ കീഴിൽ. അത് ആരോഗ്യവകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലെങ്കിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി, പ്രധാനപ്പെട്ട ഒരാളാണ്. ആ ആൾ എടുക്കുന്ന നിലപാട് വളരെ പ്രധാനമാണ്. ആൾക്ക് എന്തുമാത്രം ഉത്തരവാദിത്വം മന്ത്രിസഭയോടുണ്ട്, എന്തുമാത്രം ചുമതലാബോധം ജനങ്ങളോടുണ്ട്, അതാണല്ലോ പ്രധാനം.